നിതിൻ രാജിന്റെ മരണത്തിൽ പോലീസിന് നിർണായക തെളിവുകൾ. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. നിതിൻ ജീവനൊടുക്കുന്നതിന് തൊട്ടു മുൻപ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നും കരഞ്ഞുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന്. ലോൺ ആപ്പിന്റെ ഭീഷണിയോ ജീവനെടുക്കാൻ കാരണം? കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ്, അവനെ മരണത്തിലേക്ക് തള്ളിവിട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അധ്യാപകരിൽ നിന്നുണ്ടായ പീഡനങ്ങൾക്കൊപ്പം ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ, ഭീഷണികളും ആ മരണത്തിന് വഴിവെച്ചു എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. നിതിൻ രാജിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് 3 കാര്യങ്ങളാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അധ്യാപകരിൽ നേരിട്ട ജാതി വിവേചനത്തിനൊപ്പം ലോൺ ആപ്പുകാരുടെ സമ്മർദ്ദവും പ്രിൻസിപ്പലും അധ്യാപകരും നടത്തിയ ചോദ്യം ചെയ്യലും. അധ്യാപകനായിട്ടുള്ള ഡോക്ടർ MK റാമിൽ നിന്നുള്ള പീഡനം നേരിട്ടത് മാർച്ച് ആദ്യമാണ്. വിദ്യാർത്ഥികളും റാമിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തു. അവൻ പറഞ്ഞതെല്ലാം അത്രയും ശരിയാണ് എന്നുള്ളതാണ് ആ വിദ്യാർത്ഥികൾ പറഞ്ഞത്. ചെരുപ്പിട്ട് വന്ന തന്നെ കോളനി എന്ന് വിളിച്ചു എന്നാണ് ഒരു വിദ്യാർത്ഥി ആരോപിക്കുന്നത്. തന്നെ കാണാൻ ഗോത്രവർഗക്കാരനെ പോലെ ഉണ്ട് എന്നും പരിഹസിച്ചു. സഹപാഠിയായ പെൺകുട്ടിയെ കൊണ്ട് ചെരുപ്പ് വെച്ച് തല്ലിക്കാൻ ശ്രമിച്ചുവെന്നും ആ വിദ്യാർത്ഥി പറഞ്ഞു. നിറം കൂടിയവരെ വെള്ളപ്പാറ്റ് എന്നും പെൺകുട്ടിയെ കറുത്ത പശു എന്നൊക്കെ വിളിച്ച് പരിഹസിക്കുന്ന ഒരധ്യാപകനാണ് അയാളെന്നാണ് ആ വിദ്യാർത്ഥികൾ പറയുന്നത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. റാം സാറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സത്യമാണ്. അവൻ്റെ പേപ്പർ എല്ലാവരും മുൻപിൽ വെച്ച് ഓരോ കുട്ടികളായിട്ട് കൊടുത്ത് വായിപ്പിച്ച് അവനെ നല്ല രീതിയിൽ ഹറാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ മാത്രമല്ല, ക്ലാസ്സിനെ ഫുൾ ബോഡി ഷെയിം ചെയ്യാറുണ്ട്. എന്നെ ഫാറ്റി ഗേൾ എന്ന് വിളിക്കാറുണ്ട്. നിറം കുറവാണെങ്കിൽ കറുപ്പിട്ടാണ് പറയാറുണ്ട്. പക്ഷേ നിറം കൂടെ കുട്ടിയാണെങ്കിൽ യു ലുക്ക് ലൈക്ക് സിൻഡ്രല്ല എന്നും പറയാറുണ്ട്. നമ്മളൊക്കെ അപ്പോൾ അങ്ങ് അടിച്ച് താക്കാൻ സംസാരിക്കുന്നത്. ഇപ്പം ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞ ശേഷം സീനിയേഴ്സ് നമ്മളോട് പറയുന്നുണ്ട് അവർ ഇങ്ങനെ ഒരു ട്രോമ നടത്തുന്നുണ്ട്, അവരും സൂസൈഡ് അറ്റം വരെ എത്തിയിട്ടുണ്ട്. അതിന് മുന്നേ നമുക്ക് പറഞ്ഞു റാമെന്ന സാറുണ്ട്, എല്ലാവരും നോക്കുക, സാർ എന്താണ് പറഞ്ഞത് അത് ചെയ്യുക, സാർ അറ്റൻഡൻസ് കളയും. അതാണ് നമ്മളെത്രയും പേടി. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എക്സാം പോലും എഴുതാൻ പറ്റത്തില്ല. ക്ലാസ്സിൽ കയറി അന്നത്തെ ദിവസം കളയും, പിറ്റേ ദിവസം കളയും, ഒരു മാസത്തെ വേണമെങ്കിൽ എങ്ങനെ കളയും. അത് പേടിച്ചിട്ട് ക്ലാസ്സിൽ പോകണേ. ക്ലാസ്സിൽ പോകുമ്പോൾ തന്നെ പറയും നിങ്ങളൊന്നും പഠിപ്പിക്കത്തൊന്നുമില്ല. മതപരമായ കാര്യങ്ങളും ബോഡി ഷേമിങ്ങും മാത്രം. 1 മണിക്കൂർ ക്ലാസ്സെങ്കിൽ 55 മിനിറ്റും അത് മാത്രമേ പറയത്തുള്ളൂ. 5 മിനിറ്റ് മാത്രം ക്ലാസ് എടുത്തിട്ട് പോകും. ക്ലാസ് എടുത്തിട്ട് പോയി ഒന്നും പഠിപ്പിക്കാറില്ല. അങ്ങനെ പിറ്റേ ദിവസം വരുമ്പോൾ ടെക്സ്റ്റ് വായിച്ചാൽ ചോദിക്കും, പഠിപ്പിച്ചാലേ ടെക്സ്റ്റ് വായിക്കാൻ പറ്റത്തുള്ളൂ. അത് വായിച്ചില്ലെങ്കിൽ പറയും എല്ലാം ഇറങ്ങിപ്പോക്കോ, നിങ്ങൾക്ക് 3 മാസത്തെ അറ്റൻഡൻസ് ഇല്ല എന്ന് പറയും. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എക്സാം പോലും എഴുതാൻ പറ്റത്തില്ല. എന്ത് പറഞ്ഞാലും ഒന്ന് പറഞ്ഞാൽ അങ്ങനെ അറ്റൻഡൻസാണ് കളയുന്നത്. അവനെ നന്നായിട്ട് ഹറാസ് ചെയ്യുന്ന അവൻ ടാർഗറ്റായിരുന്നു സാറിൻ്റെ. തങ്ങളെ നിരീക്ഷിക്കാൻ മാനേജ്മെന്റ് ആളെ വെച്ചു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഫോട്ടോയും ദൃശ്യങ്ങളുമൊക്കെ അവർ പകർത്തി. കരിയർ ഇല്ലാതാക്കുമെന്ന് പലപ്പോഴും തങ്ങൾ ഭയപ്പെട്ടിട്ടുണ്ടെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. മാനേജ്മെന്റ് സംബന്ധിച്ച് ആ വിദ്യാർത്ഥികൾക്ക് പോലും പല അവ്യക്തതകളുമുണ്ട്. അവിടുത്തെ സീനിയർ അധ്യാപകർക്ക് പോലും ആ മാനേജ്മെന്റുമായി എത്തിച്ചേരാനുള്ള അല്ലെങ്കിൽ അവരിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള സാഹചര്യം ഇല്ല എന്നാണ് ആ വിദ്യാർത്ഥികളുടെ പക്ഷം. ഇപ്പൊ മാനേജ്മെന്റ് അയച്ചിരിക്കുന്നത് ഒരു പവറും ഇല്ലാത്ത, ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരാളാണ്. ഞങ്ങൾ ആ ഒരു സാറിന്റെ അടുത്ത് കാര്യങ്ങൾ കംപ്ലൈന്റ് പറയുമ്പോൾ ആ സാർ പറയുന്ന ഒരുപാട് പരസ്പര വിരോധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഉൾപ്പെടെ ഈ റാം സാർ എന്ന് പറഞ്ഞ ആള് കറുത്തവനാണ്. ആ കറുത്ത ആൾക്ക് എങ്ങനെ കറുത്ത ആളെ അധിക്ഷേപിക്കാൻ പറ്റും എന്ന് വരെ അത്രയും പോലും നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരാളെ, ഒരു പവർ ഇല്ലാത്ത ആളെ ഇങ്ങോട്ട് വിട്ടേക്കുവാണ്. ഹൗസ് സർജൻസ് ഉൾപ്പെടെ എല്ലാവരും ക്ലാസ് ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. അല്ല അത് കുറച്ചും കൂടി വേറെ കുറെ കാര്യങ്ങൾ കോളേജിൽ എല്ലാം പരിഹരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എല്ലാവരും കേൾക്കാൻ തയ്യാറാണോ ആദ്യം നോക്കും. എന്നിട്ട് അതിനൊരു തീരുമാനം എടുക്കാൻ പറ്റിയ ഒരാൾ വന്നിട്ട് അവരോട് സംസാരിച്ച് അതിലൊരു തീർപ്പ് വരുത്താനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പുതിയ പ്രിൻസിപ്പൾ 3 മാസമായിട്ടുള്ളൂ വന്നിട്ട്. നമ്മൾ കംപ്ലൈന്റ് കൊടുത്തത് കഴിഞ്ഞ ഒരു കൊല്ലത്തിന് മുകളിലാണ്. പ്രിൻസിപ്പളിന് അറിയില്ല കംപ്ലൈന്റ് കൊടുത്ത കാര്യം. 3 മാസമല്ല,
ഈ MK റാം എന്ന് പറയുന്ന സാറിന്റെ പേരിൽ ഇഷ്ടംപോലെ അലിഗേഷൻസ് പിള്ളേര് വെർബലി ആണെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കേസ് വന്ന് ആ MK റാമിന്റെ പേരിൽ ഉയർന്നുകൊണ്ടാണ് പുള്ളി മാത്രം എന്നുള്ളത്. അത് നമ്മൾ ബാക്കിയുള്ള കംപ്ലൈന്റ്സ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ മാനേജ്മെന്റ് മറ്റ് അധ്യാപകരുണ്ട്. അപ്പൊ അത് മാനേജ്മെന്റായി സംസാരിച്ച് അവർ നമുക്ക് ഡിസിഷൻ, അതായത് നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പക്വമായിട്ടുള്ള ഡിസിഷൻ കിട്ടുന്നവരെ നമ്മൾ അവരോട് അത് സംസാരിച്ച് റെഡിയാക്കിയിട്ട് നമ്മൾ ഈ ഒരു പ്രതിഷേധം നിർത്തുള്ളൂ. വിവാദങ്ങൾ രൂക്ഷമാകുന്നതിനിടെയാണ് ഡോക്ടർ റാമിന്റെ ചിറക്കുനിയിലെ ക്ലിനിക്കിലേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് ഇന്ന് നടന്നത്. പുതിയൊരു താഴിട്ട് ക്ലിനിക്ക് പൂട്ടിയ പ്രവർത്തകർ അംബേദ്കറുടെ ചിത്രവും പതിച്ചു. ഇനി ലോൺ സംബന്ധിച്ച പ്രശ്നങ്ങൾ വല്ലാതെ അലട്ടിയിരുന്നു നിതിനെ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അധ്യാപികയായിട്ടുള്ള ലതാ ശശിധരൻ, ആ അധ്യാപികയുടെ ഗ്യാരണ്ടിയിൽ ലോൺ ആപ്പിൽ നിന്നും 14,000 രൂപയോളം നിതിൻ വായ്പയെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ. ഈ വായ്പയുമായി ബന്ധപ്പെട്ട് അധ്യാപിക പരാതി നൽകിയിരുന്നുവെന്ന് കോളേജ് പ്രിൻസിപ്പലും സ്ഥിരീകരിച്ചു. ആ ലോൺ ആപ്പിൽ നിന്ന് അധ്യാപികയ്ക്ക് ഉൾപ്പെടെ മെസ്സേജുകൾ വന്നതിൽ അവൻ വല്ലാതെ ദുഃഖിതനായിരുന്നു. അങ്ങനെ ഇതേ തുടർന്ന് ഏപ്രിൽ 10-ാം തീയതി പ്രിൻസിപ്പൽ നിതിനെ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് വിളിപ്പിച്ചു. ഏതാണ്ട് 35 മിനിറ്റോളം നീണ്ട സംഭാഷണത്തിനൊടുവിൽ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് നിതിൻ പുറത്തേക്ക് വരുന്നത്. ഈ പുറത്തിറങ്ങിയ നിതിൻ 10 മിനിറ്റിനകം തന്നെ ജീവൻ ഒടുക്കിയെന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. അധ്യാപിക പരാതി നൽകിയിരുന്നുവെന്ന് പ്രിൻസിപ്പൽ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിന്റെ അന്ന് ആ ഒരു പരാതി വന്നതെന്ന് പറഞ്ഞാൽ മാഡം തന്ന പരാതിയുടെ പേരിലാണ് അന്ന് നടന്ന ഡിസ്കഷൻ ആ പരാതി മേലായിരുന്നു. അതെ അതെ 10-ാം തീയതി മാഡത്തിന്റെ പരാതിയുണ്ട്. മാഡം വ്യക്തമായ പരാതി തന്നിരിക്കുന്നത്, അതിന്റെ പ്രൂഫ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. സൈബർ സെല്ലിനും അറിയാം. സൈബർ സെല്ലിന് അറിയാൻ മീൻസ് എന്റെ ഒരു ഇതാണ്, കാരണം അത് കൊടുത്തിട്ടുള്ളതാണ്. അല്ല, അന്നേ ദിവസം കൊടുത്തിട്ടില്ലല്ലോ, 10-ാം തീയതി ആ പരാതി. അതെ, 10-ാം തീയതി പരാതി എഴുതി മാഡം തന്നെ. കാരണം അത് ആദ്യം ഇങ്ങനെ ഒരു മാഡത്തിന്റെ ഫോണിൽ പുള്ളിയുടെ ഫോട്ടോയും നിതിൻ രാജിന്റെ ഫോട്ടോയും എല്ലാം വന്നു. പിന്നെ അതിൻ്റെ ലോൺ എന്തോ എടുത്തു, അപ്പം കോൺസ്റ്റൻ്റായിട്ട് അടയ്ക്കണം, ഒരു ഭീഷണിയാണ് മാഡം പറഞ്ഞത്. അപ്പോൾ അത് വന്നു, മാഡം പരാതി തന്നു. ലോൺ ആപ്പിൻ്റെ ഭീഷണി അത് വ്യക്തമായിട്ടുണ്ട്. അത് വോയിസ് ക്ലിപ്പും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. ഇൻസ്റ്റപേ എന്ന ലോൺ അക്കൗണ്ടിൽ നിന്നും ആപ്ലിക്കേഷനിൽ നിന്നുമാണ് 14,000 രൂപ നിതിൻ വായ്പ എടുത്തിരുന്നത്. സൈബർ സെല്ലിന്റെ അന്വേഷണത്തിൽ അത് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. ഇതിൽ ഗ്യാരണ്ടിയറായത് അധ്യാപിക ലതാ ശശിധരനാണ്. തിരിച്ചടവ് മുടങ്ങിയതോടെ അധ്യാപികയ്ക്ക് ഭീഷണി സന്ദേശങ്ങളും കോളുകളും തുടർച്ചയായി വന്നു. ഇതിനെ തുടർന്നാണ് ഇവർ പ്രിൻസിപ്പലിന് പരാതി നൽകിയത്. നിതിന്റെ ഫോണിൽ ഏപ്രിൽ 9 മാത്രം 98 ഭീഷണി സന്ദേശങ്ങളും കോളുകളും ഈ ലോൺ ആപ്പ് കമ്പനിയിൽ നിന്നും വന്നു എന്നാണ് സൈബർ സെല്ലിന്റെ കണ്ടെത്തൽ. അതേ ദിവസം അധ്യാപികയ്ക്കും 28ഓളം ഭീഷണി സന്ദേശങ്ങളെത്തി. നിതിന്റെ ഫോൺ പ്രിൻസിപ്പൽ പിടിച്ചു വെച്ചതായിട്ടാണ് ദൃശ്യങ്ങളിലുള്ളത്. ഇതാണല്ലോ മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ നിതിൻ ആ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ സ്ഥാപനത്തിൽ നിന്നും നേരിടേണ്ടി വന്ന പീഡനത്തെയും കുറിച്ച് പോലീസ് അത് കുറച്ചു കാണുന്നില്ല. എന്താണെങ്കിലും വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധത്തിനൊടുവിൽ റാം എന്ന ആ മാതൃകാപരമല്ലാത്ത അധ്യാപകനെ പുറത്താക്കാനാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന്റെ തീരുമാനം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.